Hi everyone, welcome back to Chinnus Taste Buds. ഇന്ന് ഞാനൊരു ദീപാവലി സ്വീറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ദീപാവലിയൊക്കെ വരണേന് നമുക്ക് വീട്ടിൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു സ്വീറ്റ് റെസിപ്പിയാണ്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യൊന്ന് മെൽറ്റായതിന് ശേഷം അതിലേക്ക് 1 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. റവ ഞാനിവിടെ ഒരു കപ്പ്, അതായത് ഒരു 1/4 കിലോളം റവയുണ്ട്, അളന്ന് വെച്ചിട്ടുള്ളതാണ്. ഇതൊന്ന് ചെറിയ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം വറുത്തെടുക്കാനായിട്ട്. ഒരുപാട് വറുത്ത് ഇതിൻ്റെ നിറം മാറരുത്. ഒരു 5 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ വറുത്തെടുത്താൽ മതി. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ അടി പിടിക്കും. അപ്പോൾ അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് ഈ ഒരു പാകത്തിനൊന്ന് വറുത്ത് കിട്ടിയാൽ മതി. ഇനി നമുക്കിത് വേറൊരു പ്ലേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഇനി നമുക്ക് ഈ പാനിലേക്ക് തന്നെ 3/4 കപ്പ് പാലൊഴിച്ച് കൊടുക്കാം. നമ്മൾ റവ എടുത്ത അതേ കപ്പിൽ തന്നെയാണ് 1 കപ്പ് റവയ്ക്ക് 3/4 കപ്പ് പാൽ എന്ന അളവിൽ വേണം എടുക്കാനായിട്ട്. ഇനി അതിലേക്ക് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 ടിന്നോളം കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഫ്ലെയിം ഹൈ ഫ്ലെയിമിൽ ആവരുത്, ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ റോസ് വാട്ടർ അല്ലെങ്കിൽ വാനില എസൻസോ അല്ലെങ്കിൽ ഏലക്കാപ്പൊടി ചേർത്താലും മതി. പിന്നെ ഇതിലേക്ക് കുറച്ച് ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഗ്രീൻ ഫുഡ് കളറാണ് ചേർക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏത് ഫുഡ് കളറാണോ ഉള്ളത് അത് ചേർത്താലും മതി. ഇനി ഫുഡ് കളർ ചേർക്കാൻ താല്പര്യമില്ലാത്തവർ അത് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. പഞ്ചസാര നമ്മൾ മിൽക്ക് മെയ്ഡ് ഇവിടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് മധുരം ആവശ്യമുള്ളവർ മാത്രം പഞ്ചസാര കൂടുതൽ ചേർത്താൽ മതി. പിന്നെ ഒരു നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ല സ്വീറ്റ് റെസിപ്പി ആയതുകൊണ്ടാണ് ഞാൻ കുറച്ചുകൂടെ പഞ്ചസാരയും കൂടെ ചേർത്തത്. പിന്നെ ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള റവ കുറേശ്ശെ ചേർത്ത് കൊടുക്കണം. റവ ഒരുമിച്ച് ഇതിലേക്ക് ചേർക്കരുത്, കുറേശ്ശെ ചേർത്ത് നന്നായിട്ട് കട്ട കെട്ടാതെ മിക്സ് ചെയ്ത് കൊടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം മിക്സ് ചെയ്യാനായിട്ട്. ഇനി ഇതൊന്ന് ഈ പാലും ഇതൊന്ന് വറ്റി കിട്ടുന്നത് വരെ നമുക്കിത് നന്നായിട്ട് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ, സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ ചേർക്കാതിരിക്കുന്നതാണ് നല്ലത്, സൺഫ്ലവർ ഓയിൽ ചേർക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. നെയ്യും ഓയിലും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് അരികിൽ നിന്നെല്ലാം വിട്ട് വരുന്ന ഈ ഒരു പാകത്തിന് നമുക്കിത് കുക്ക് ചെയ്ത് കിട്ടണം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് എടുക്കുകയുള്ളൂ. ഈ ഒരു പാകമായി കഴിയുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതൊന്ന് ചൂടാറണം. ഒരുപാട് ചൂടാറരുത്, ചെറിയ ചൂടിൽ വേണം ഇത് നമുക്ക് റോൾ ചെയ്തെടുക്കാനായിട്ട്. ചെറിയ ചൂടോടുകൂടി തന്നെ കയ്യിൽ കുറച്ച് ഒരു എണ്ണയോ നെയ്യോ തേച്ചതിന് ശേഷം ഓരോ ബോൾസായിട്ട് ഉരുട്ടിയെടുക്കാം. ഇതിങ്ങനെ ഒന്ന് പരത്തിയതിന് ശേഷം ഞാനിവിടെ ഒരു ഭംഗിക്ക് വേണ്ടി ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി നടുക്കൊരു ചെറി കൂടെ വെച്ച് കൊടുക്കുകയാണ്. നമ്മുടെ സ്വീറ്റ് തയ്യാറായി കഴിഞ്ഞു. വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ ദീപാവലിക്ക് ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കുന്നതിന് പകരം ഇപ്രാവശ്യം വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ എനിക്ക് കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.